ഇവിടെ ആരാ എണ്ണ ഒഴിച്ചത്? അയ്യോ, ഇവരിനി എന്നെ സംശയിക്കുമെന്തോ. അത് ഈ നന്ദിനി തന്നെ ഒഴിച്ചത്. എന്തിനാ എന്റെ അമ്മ തെന്നി വീണിട്ട് നട്ടലൊടിഞ്ഞ് കിടക്കുമെന്ന് വിചാരിച്ചിട്ടാണോ? ഞാനല്ല ചേച്ചി. അല്ലെങ്കിൽ പിന്നെ ഇവിടെ എന്തിനാ എണ്ണ ഒഴിച്ചത്? ഞാൻ എന്റെ തലയിൽ ഓയിൽ അപ്ലൈ ചെയ്ത് താഴെയൊന്നും വീണിട്ടില്ല. വെറുതെ കള്ളം പറയണ്ട. നീ എവിടെ എണ്ണ ഒഴിക്കുന്നത് ഞാൻ കണ്ടതാ. അപ്പോ നീ തന്നെ എണ്ണ ഒഴിച്ചിട്ട് എന്റെ അമ്മയെ വീഴ്ത്താൻ ശ്രമിച്ചിട്ട് ഒന്നും അറിയാത്തതുപോലെ എന്റെ അമ്മയെ രക്ഷിച്ചതുപോലെ അഭിനയിക്കുകയാണോ? എന്റെ ഏടത്തിയുടെ മുന്നിൽ നല്ല പിള്ള ചമയാനായിട്ട് ഇതിനേക്കാൾ വൃത്തികെട്ട പ്ലാന് നിനക്കൊന്നും കിട്ടിയില്ലേ? ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല ചെറിയമ്മേ. പ്രോമിസ് അമ്മായി, എന്നെ ഒന്ന് വിശ്വസിക്ക്. ഞാൻ ഇവിടെ ഇരുന്ന് തലയിൽ ഓയിൽ അപ്ലൈ ചെയ്തേ ഉള്ളൂ. നിനക്ക് ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ടല്ലോ നന്ദിനി. മുടി ചീകുന്നതൊക്കെ മുറിക്കുള്ളിലാവാലോ നിനക്ക്. ഹോളിൽ എന്തിനാ വന്നേ? അങ്ങനെ ചോദിക്കും മുത്തശ്ശി. ഇവള് മനഃപൂർവ്വം അങ്ങനെ ചെയ്തതാ. എന്നിട്ടിപ്പൊ നല്ലവളെ പോലെ അഭിനയിക്കാം. നന്ദിനി മനഃപൂർവ്വം ചെയ്തായിരിക്കില്ല അമ്മേ. എവിടെയോ എന്തോ തെറ്റ് സംഭവിച്ചിട്ടുണ്ട്. തെറ്റൊന്നും എവിടെയും നടന്നിട്ടില്ല ഏട്ടാ. ഇവളാ പ്ലാൻ ചെയ്തെല്ലാം ചെയ്തിരിക്കുന്നേ. പ്ലാൻ ചെയ്യേണ്ട ആവശ്യമൊന്നും എന്റെ അനിയത്തിക്കില്ല ദമയന്തി. പിന്നെ ഇവിടെ എന്നെ എങ്ങനെയാടി വന്നത്? അറിയാതെ എങ്ങനെയെങ്കിലും വീണതായിരിക്കും. അതിനെന്തിനാ നന്ദിനെ കുറ്റപ്പെടുത്തുന്നേ? നന്ദിനി ചേട്ടന്റെ അനിയത്തിയായതുകൊണ്ട് നിങ്ങൾ അവളെ സപ്പോർട്ട് ചെയ്തല്ലേ പറയൂ. നന്ദിനി ഒരു നഴ്സാണ്. അവൾക്ക് സർവീസ് ചെയ്യാനല്ലാതെ ഡാമേജ് ചെയ്യാൻ അറിയില്ല. അറിയാതെ സംഭവിച്ചായിരിക്കും. എല്ലാരും വേഗം ചെല്ല്. നീ വാ മോളെ. നീ ഇതൊന്നും കാര്യമാക്കി എടുക്കണ്ട. ഇത് ശിവാനിയുടെ പണിയാണെന്ന് എനിക്ക് മനസ്സിലായി. നീ പൊയ്ക്കോ, പോയി റെസ്റ്റ് എടുക്കാൻ നോക്ക്. ചെല്ല്. വാവ്, ഈ സ്ഥലം അടിപൊളിയാണല്ലോ. ഇവിടെ തന്നെ റീൽസ് ചെയ്യാം. ഹായ് ഫ്രണ്ട്സ്, ഇന്നെന്നെ കാണാൻ എങ്ങനെയുണ്ട്? ഞാൻ നിന്റെ ഫേസിൽ അപ്ലൈ ചെയ്ത ക്രീം, കണ്ണെഴുതിയ ലൈനർ, ഉപയോഗിച്ച ലിപ്സ്റ്റിക്, ഞാൻ ഉപയോഗിക്കുന്ന പെർഫ്യൂം, ഇതിന്റെയൊക്കെ പേര് പറയട്ടെ. ആന്റി, നിങ്ങൾ എന്തേ കാണിക്കുന്നേ? നീ ഇവിടെ എന്തെടുക്കാണ് ശിവാനി? എന്താ കണ്ടറിയില്ലേ? റീൽസ് ചെയ്തോണ്ടിരിക്കുക. റീലോ? ഹോ സോറി, നിങ്ങളെപ്പോലെ വീട്ടിലിരിക്കുന്നവർക്ക് ഇതൊന്നും അറിയില്ലല്ലോ. രാവിലെ എഴുന്നേറ്റത് മുതൽ രാത്രി ഉറങ്ങുന്നത് വരെയും ഓരോ കാര്യങ്ങളും വീഡിയോ എടുത്ത് പബ്ലിക്കായി പോസ്റ്റ് ചെയ്യുന്നതാണോ നീ പറയുന്ന ഈ റീല്? നീ എങ്ങനെയുള്ള വീട്ടിലാണ് ജീവിക്കുന്നത് നിനക്കറിയോ? എങ്ങനെ കഴിയണമെന്ന് നിനക്കറിയോ? എന്ത് ചെയ്യണം ചെയ്യണ്ടെന്നൊക്കെ അതിനെക്കുറിച്ച് വല്ല ധാരണയുണ്ടോ? ഞാനിപ്പോ എന്ത് ചെയ്യണം എന്ത് ചെയ്യേണ്ടതൊക്കെ നിങ്ങൾ എനിക്ക് എന്താ ക്ലാസ് എടുക്കുവാണോ? പെൺകുട്ടികളായാൽ അടക്കവും ഒതുക്കത്തോടെ ജീവിക്കണം. എന്റെ അമ്മ എന്നെ മര്യാദയ്ക്കാ വളർത്തിയത്. നിങ്ങൾ എന്നെ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. നീ എങ്ങനെയാ വളർന്നതെന്ന് നിന്റെ പ്രവൃത്തിയിലൂടെ അറിയാൻ പറ്റുന്നുണ്ട്. അകത്ത് നീ എന്താ കാണിച്ചത്? നിന്റെ മുത്തശ്ശിയുടെ മുന്നിൽ വേറൊരു മുഖം. മുത്തശ്ശി ഇല്ലാതിരിക്കുമ്പോ നീ നിന്റെ മറ്റൊരു സ്വഭാവം എടുക്ക. നന്ദിനിയെ മോശപ്പെട്ടവളാക്കിയിട്ട് നീ നല്ലവളാണെന്ന് ചിത്രീകരിക്കാൻ പോവാണോ? ഇപ്പൊ എന്താ എന്നെ ചവിട്ടി താഴ്ത്തിയിട്ട് ആ നന്ദിനിയെ വലിയ ആളാക്കണമെന്നാണോ നിങ്ങളുടെ ആഗ്രഹം? നിങ്ങളുടെ സ്വഭാവം എനിക്ക് അന്നേ മനസ്സിലായതാ. ഈ വീട്ടിൽ ആർക്കൊക്കെ എങ്ങനെയൊക്കെയുള്ള സ്വഭാവമാണെന്ന് അറിയാനാ ഇത്രയും കാലം ഞാൻ മിണ്ടാതിരുന്നത്. സൈലന്റ് ആയി ഞാൻ എല്ലാവരും ഒബ്സർവ് ചെയ്യായിരുന്നു. നിങ്ങളുടെയൊക്കെ ക്യാരക്ടർ എന്താണെന്ന് എനിക്കിപ്പോ മനസ്സിലായി. എല്ലാവരുടെയും സ്വഭാവം എനിക്കിപ്പോ അറിയാവുന്നതുകൊണ്ട് ഇനി അങ്ങോട്ട് ഞാൻ എന്റെ ഇഷ്ടത്തിന് നടക്കും. നിങ്ങളെ പോലെ ഉപദേശിക്കുന്നവരെയും ലെക്ചർ എടുക്കുന്നവരെയും ഒക്കെ എനിക്ക് കണ്ടാലേ അറപ്പാണ്. നിങ്ങൾ പോയി നിങ്ങളുടെ ജോലി നോക്ക്. നമ്മുടെ വീട്ടിലെ കുട്ടിയല്ലേ അടക്കത്തോടെയും ഒതുക്കത്തോടെയും ജീവിക്കണമെന്ന് പറയാൻ വന്നതാ. പക്ഷെ നിന്റെ തനി സ്വഭാവം മനസ്സിലായി. അതെ, എന്റെ റിയൽ ക്യാരക്ടർ ഇതാണ്. ഞാൻ എപ്പോഴും ഇങ്ങനെ തന്നെയായിരിക്കും. ഇങ്ങനെ കഴിയൂ, ഇങ്ങനെയൊക്കെ പെരുമാറുള്ളൂ കരുതിയ അടിച്ച് നിന്റെ മുഖത്തിന്റെ ഷേപ്പ് മാറ്റി.
വാട്ട്? എന്താ പറഞ്ഞേ? അടങ്ങി ഒതുങ്ങി കഴിഞ്ഞില്ലെങ്കിൽ നിന്റെ കഴുത്തിന് പിടിച്ച് പുറത്താക്കും ഞാൻ. ഹൗ ഡെയർ യു? എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നോ? എന്നെ പറയാൻ നിങ്ങൾ ആരാ? നിന്റെ അങ്കിളിന്റെ ഭാര്യ. നിനക്ക് നല്ലതും ചീത്തയും പറഞ്ഞ് മനസ്സിലാക്കി തരാനുള്ള ചേച്ചി. പുറത്തുനിന്ന് കാണുമ്പോ നിനക്ക് സോഫ്റ്റ് ആയിട്ട് തോന്നുന്നുണ്ടാവും അല്ലേ? പക്ഷെ ഞാനങ്ങനെ അത്രയും സോഫ്റ്റ് ഒന്നും അല്ല. നീ നല്ലവളായിട്ടിരുന്നാ ഞാനും നല്ലവളായിട്ടിരിക്കും. മറിച്ച് സംഭവിച്ച എന്റെ പ്രവൃത്തികളും നീ വിചാരിക്കുന്ന പോലെ ആയിരിക്കില്ല. എന്നെ എന്താ കൊച്ചുകൂട്ടിയിട്ടാണോ കണ്ടിരിക്കുന്നേ? എന്റെ കാഴ്ചപ്പാടിൽ നീ ചെറിയ കുട്ടിയാ. എന്റെ മക്കൾ അനുവിനെയും കീർത്തിയും പോലെ തന്നെയാ നീയും. അവർ തെറ്റ് ചെയ്താൽ എങ്ങനെ ശിക്ഷിക്കോ അതുപോലെ നീ തെറ്റ് ചെയ്താലും ശിക്ഷിക്കും. നിന്റെ നാടകവും പെർഫോമൻസ് ഒക്കെ ഉണ്ടെങ്കിലേ അതൊക്കെ ഇതോടെ നിർത്തിക്കോ, മനസ്സിലായോ? ഇനിയും നിന്റെ ഓവർ ആക്ടിങ് ഉണ്ടായാലേ എന്റെ തനി സ്വഭാവം നീ അറിയും. മൈൻഡ് ഇറ്റ്. മൈ ഗോഡ്, ഇവരെന്താ ഇത്രയധികം വയലന്റ് ആണല്ലോ? അമ്മയും മുത്തശ്ശിയും പറഞ്ഞപ്പോ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. വസു ആന്റി ഭയങ്കര ഡേഞ്ചറാ. ഞാൻ വളരെയധികം സൂക്ഷിക്കണം. ലോയർ സാർ എന്താ ഇതുവരെ വരാത്തെ? ഹലോ മാഡം. നിങ്ങൾക്ക് 100 ആയുസാണ് ലോയർ സർ. ഇപ്പൊ മാഡം നിങ്ങളെ കുറിച്ച് പറഞ്ഞതേ ഉള്ളൂ. ഇരിക്കും. സോറി മാഡം, ട്രാഫിക്കിൽ ലേറ്റ് ആയിപ്പോയി. ഇറ്റ്സ് ഓക്കെ. ഡോക്യുമെന്റ്സ് എല്ലാം റെഡിയല്ലേ? എവറിത്തിങ് റെഡി മാഡം. മാഡം ഒന്ന് ചെക്ക് ചെയ്യൂ. ഇത് പെർഫെക്റ്റ് ആണ് സർ. ഇതിൽ വസുന്ധര സൈൻ ചെയ്താൽ ലീഗലായി സ്വത്തെല്ലാം എനിക്ക് സ്വന്തമാകും. അതെ മാഡം, നേരത്തെ തന്നെ ഉണ്ണിയുടെ കൈരേഖയും സൈനും മാഡം വാങ്ങിയിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ആ പയ്യൻ ദത്തുപുത്രനായി വരാൻ അംഗീകരിച്ചതുപോലെയാ. ഇപ്പോ വസുവേട്ടത്തി പേപ്പേഴ്സിൽ സൈൻ ചെയ്ത് കഴിഞ്ഞാ ലീഗലായി ഉണ്ണിയെ മാഡത്തിന് ദത്ത് കൊടുത്ത് ഗാർഡിയനായിട്ട് അംഗീകരിച്ചതുപോലെയല്ലേ? എക്സാക്ട്ലി മാഡം. അവർ കയ്യൊപ്പിട്ടാൽ മാത്രമേ ഉണ്ണിയുടെ കാര്യത്തിലോ അല്ല ഉണ്ണിയുടെ പേരിലുള്ള സ്വത്തിൻ്റെ കാര്യത്തിലോ വസുന്ധരയ്ക്ക് ഒരധികാരവും ഒരവകാശവും ഇല്ല. അപ്പോ ഉണ്ണിയുടെ മേലും സ്വത്തിന്റെ മേലും എല്ലാ റൈറ്റ്സും മാഡത്തിനല്ലേ ഉള്ളൂ? യെസ് മാഡം. ആ വസുന്ധര ഒരേ ഒരൊപ്പിട്ടാൽ മാത്രം മതിയാവും. ബാക്കിയുള്ള പ്രോസസ് എല്ലാം ഞാൻ നോക്കിക്കൊള്ളാം. അതിനുശേഷം ലീഗലായിട്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ? ഐ മീൻ, വസുന്ധര എനിക്കെതിരെ കേസ് എന്തെങ്കിലും കൊടുക്കുകയാണെങ്കിലോ? അവർ കൈയൊപ്പിട്ട് കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും വിലയില്ലാതായി തീരും. അപ്പോ എത്തിക്കലായിട്ടല്ലല്ലോ നമ്മൾ ഉണ്ണിയുടെ കയ്യിൽ നിന്ന് ഒപ്പിട്ട് വാങ്ങിയത്. ചീറ്റിംഗ് ചെയ്തെന്ന് പറഞ്ഞ് കേസ് കൊടുത്താലോ? കയ്യൊപ്പ് എത്തിക്കലാണോ അൺഎത്തിക്കലാണോ എന്ന് കോടതി നോക്കില്ല മാഡം. കയ്യൊപ്പുണ്ടോന്ന് മാത്രമേ നോക്കൂ. കയ്യൊപ്പിടുന്നതിന് മുമ്പായി എല്ലാം ആലോചിച്ചല്ലേ നിങ്ങൾ ഒപ്പിടേണ്ടതെന്ന് കോടതി ചോദിക്കും. അങ്ങനെയെങ്കിൽ വസുവേട്ടത്തേക്ക് ഡൗട്ട്സ് തോന്നാത്ത രീതിയിൽ കയ്യൊപ്പ് വാങ്ങേണ്ടി വരും. അത് ഞാൻ നോക്കിക്കോളാം. ഇപ്പൊ തന്നെ അവരുടെ വീട്ടിൽ പോയി വസുവിന്റെ കയ്യിൽ നിന്ന് സൈൻ വാങ്ങിയിട്ട് വരാം. നിങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യൂ. ഓൾ ദി ബെസ്റ്റ് മാഡം. കെയർഫുൾ മാഡം. നിങ്ങളിൽ ഡൗട്ടില്ലാതെ നോക്കണം. ഷുവർ. ഫ്രീ ആണോ ചെറിയമ്മേ? എന്താ നിനക്ക് വേണ്ടേ? കുറച്ചു നേരം ബോള് കളിക്കാമോ ചെറിയമ്മേ? എടാ, നിനക്ക് എന്നെ കണ്ടിട്ട് എന്താ തോന്നുന്നേ? ഞാനെന്താ കൊച്ചുകുട്ടിയാണെന്നാണോ വിചാരം? പോവിടുന്ന്. പോവാൻ. ഉണ്ണി എന്താ ഡള്ളായിരിക്കുന്നത്? അത് ഒന്നുമില്ല ചെറിയമ്മേ. എപ്പോഴും ആക്റ്റീവ് ആയിട്ടിരിക്കുന്ന നിനക്ക് ഇന്നെന്താ പറ്റിയത്? അനു കീർത്തിയും കിട്ടും കൂടി മുത്തശ്ശിയുടെ കൂടെ അമ്പലത്തിൽ പോയി. എനിക്ക് കളിക്കണമെന്നുണ്ട്, പക്ഷെ ആരും ഇല്ലല്ലോ. അതിന് ഞാനുണ്ടല്ലോ ഉണ്ണി, നമുക്ക് ഒരുമിച്ച് കളിക്കാമല്ലോ. ചെറിയമ്മയ്ക്ക് ജോലി എന്തെങ്കിലും ഉണ്ടാവില്ലേ? ഏയ്, എനിക്ക് ഒരു ജോലിയില്ല. നമുക്ക് ഒരുമിച്ച് കളിക്കാം, വാ.
ഇങ്ങോട്ട് വാ. ഉം. അയ്യോ, അമ്മേ. അമ്മേ, എന്ത് പറ്റി? എണീറ്റേ. കാലിന് വേദന ഒന്നുമില്ലല്ലോ. വേദനയൊന്നും ഇല്ല ചെറിയമ്മേ. സൂക്ഷിച്ച് കളിക്കണ്ടേ? ശരി ചെറിയമ്മേ. കണ്ടു ഏട്ടാ, നന്ദിനി അവനെ കെയർ ചെയ്യുന്നതും ശിവാനി മൈൻഡ് ചെയ്യാതിരിക്കുന്നതും. ശിവാനിയെ പോലൊരു പെൺകുട്ടി അഖിലിന് കല്യാണം കഴിപ്പിച്ചു കൊടുത്താ കാർത്തിക തന്ന അനുഭവം പോലെ ആയിരിക്കും അതും. നന്ദിനി ആയിരുന്നെങ്കിൽ അഖിലിനെ നല്ല പോലെ നോക്കും. ശിവാനി ഇത്ര പെട്ടെന്ന് എങ്ങനെ മാറിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല വസുന്ധര. അവള് പെട്ടെന്നൊന്നും മാറിയതല്ല. അവൾ ആദ്യമേ അങ്ങനെയൊക്കെ തന്നെയാ. ആദ്യം നമ്മുടെ മുന്നിൽ നല്ലവളായി അഭിനയിച്ചു. വീട്ടിൽ കളിക്കാല്ലേ? ഹായ് ഉണ്ണി. ഹായ് ആന്റി. ഹൗ ആർ യു? ഫൈൻ ഉണ്ണി, നിനക്ക് സുഖാണോ? വെരി ഗുഡ് ആന്റി. വാ ചെറിയമ്മേ, നമുക്ക് അവിടെ പോയി കളിക്കാം. ഹായ്. ഹായ് അബ്രാം സർ. ഹായ് വസുന്ധര മാഡം. ഹായ്. ഇവിടെ അടുത്തൊരു വർക്കായിട്ട് വന്നതാ. കൂട്ടത്തിൽ ഉണ്ണിയെ കണ്ടിട്ട് പോകുന്നു കരുതി. വരൂ, ഇരിക്കൂ പ്ലീസ്. ഈ കുട്ടി ശിവാനി ഏട്ടന്റെ സഹോദരിയുടെ മകളാ. ആ, ഈ കുട്ടിയല്ലേ മരിച്ചുവെന്ന്? അങ്ങനെയല്ല, മരിച്ചുപോയത് വേറെ പെൺകുട്ടിയാ. ശിവാനിയെ കിഡ്നാപ്പ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. ഓ, സിറ്റിയിൽ ഇതുപോലെ ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞ പെൺകുട്ടികൾക്ക് ഇപ്പോൾ സേഫ്റ്റിയേ ഇല്ല. എനിവേ, ശിവാനിക്കൊന്നും പറ്റാത്തതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഞാൻ പെട്ടെന്ന് വന്ന് നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്തില്ലല്ലോ. അയ്യോ അയ്യോ, അതൊന്നും സാരമില്ല. ഉണ്ണിയെ കാണാൻ വേണ്ടിട്ട് എപ്പോ വേണമെങ്കിലും ഇങ്ങോട്ടേക്ക് വരാം. ഹായ് ജാനകി മാഡം. ഹായ് സർ. അഭി, ഓഫീസിലേക്ക് പോയാലോ? ഓ, ഇപ്പൊ തന്നെ ഒരുപാട് ലേറ്റായി. നിങ്ങൾ സംസാരിച്ചിരിക്കും, ഞങ്ങൾ ഓഫീസിലേക്ക് പോയിട്ട് വരാം. എനിക്കും അത് തന്നെയാ വേണ്ടത്. യെസ് പ്ലീസ്. ബൈ. കോഫിയോ കൂൾ ഡ്രിങ്ക്സോ കുടിക്കാൻ എടുക്കട്ടെ? അയ്യോ, ഇപ്പൊ ഒന്നും വേണ്ട. ഉണ്ണിയെ കണ്ടല്ലോ, അത് മതി. ഉണ്ണി ഇങ്ങോട്ട് വാ, കുറച്ചു നേരം ആന്റിയോട് സംസാരിക്കേ. അയ്യോ, അവൻ കളിക്കട്ടെ. എക്സ്ക്യൂസ് മീ. ഹലോ. ഇല്ല സർ, സൈൻ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഇനി വേറെ ആരെങ്കിലും നോക്കണം. ഞാൻ മാക്സിമം ശ്രമിച്ചുകൊണ്ടിരിക്കും. ബാക്കിയൊക്കെ ദൈവത്തിന്റെ കയ്യിലാ. ഇല്ല 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 ഇല്ല, എത്ര പേരെടുത്ത് ചോദിക്കാനും ഞാൻ തയ്യാറാ. ആരുടെ കാലിൽ വേണമെങ്കിലും ഞാൻ വീഴാം. കുറച്ച് ലേറ്റ് ആയാലും കുഴപ്പമില്ല. വിചാരിച്ച കാര്യം ഞാൻ നടത്തിയിരിക്കും. ഓക്കെ സർ. എന്തു പറ്റി? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്തു പറയാനാ, ഒരു നല്ല കാര്യം ചെയ്യണമെന്ന് വിചാരിച്ചാ അതിന് മുഴുവൻ തടസ്സങ്ങളാ. പ്രശ്നം എന്താണെന്ന് ആദ്യം പറയൂ. എന്റെ മകന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഒരു ചിൽഡ്രൻസ് ഓർഫനേജ് ഹോം നടത്തി 100 കുട്ടികൾക്ക് വീടും ഭക്ഷണവും കൊടുത്ത് പഠിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഇത് വളരെ നല്ല കാര്യമാണ്. അനാഥ കുട്ടികൾക്ക് ഒരുപാട് സഹായം കിട്ടുന്നതല്ലേ? എന്റെ മകൻ ഇല്ലാത്തതിന്റെ കുറവ് ആ കുഞ്ഞുങ്ങളെ നോക്കി ആശ്വസിക്കാന്നാ വിചാരിക്കുന്നത്. പഠിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ട്. എന്തു പറ്റി? അതിനുവേണ്ടി പെർമിഷൻ തയ്യാറാക്കുമ്പോ ഷുവർട്ടി സൈൻ ചെയ്യാൻ ഒരാള് വേണമെന്ന് പറയുന്നു. ആരോട് സൈൻ ചോദിച്ചാലും ഓരോ കാരണങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറുക. ഷുവർട്ടി സിഗ്നേച്ചർ അല്ലേ? അത് കാരണം എന്ത് പ്രശ്നം ഉണ്ടാവാന്? ഓരോരുത്തർക്ക് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവില്ലേ. ഞാൻ ആരോടും കാശ് തരണമെന്ന് സഹായം ചോദിച്ചിട്ടുമില്ല. ഒന്ന് സൈൻ ചെയ്ത് തന്നാ മതിയായിരുന്നു. എന്റെ മകനോ എന്റെ കൂടെയില്ല. അവനെ നന്നായി പഠിപ്പിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. ആ ആഗ്രഹം അനാഥ കുട്ടികളിലൂടെ നിറവേറ്റാമെന്ന് വിചാരിച്ചാൽ തടസ്സങ്ങൾ മാത്രമേ ഉള്ളൂ. ആരെങ്കിലും ഒരാൾ സൈൻ ചെയ്തിരുന്നെങ്കിൽ അയാൾക്ക് പുണ്യം കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അലയ്യ. ആരെങ്കിലും ഒന്ന് സൈൻ ചെയ്തിരുന്നെങ്കിൽ 100 അനാഥ കുട്ടികൾക്ക് നല്ല ജീവിതം കൊടുത്തവരാകാരെന്നല്ലോ. അത്രയും നല്ല മനസ്സ് ഈ ലോകത്തിൽ ആർക്കാ ഉള്ളത്? അതില് ഞാൻ സൈൻ ചെയ്താ മതിയോ? നിന്റെ സൈൻ തന്നെയാണ് എനിക്ക് വേണ്ടത്. അയ്യോ, അത് സാരമില്ല വസുന്ധര. ഞാൻ വേറെ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് സൈൻ വാങ്ങിച്ചോളാം. മറ്റൊരാളുടെ ആവശ്യം എന്താ? അനാഥ കുട്ടികൾക്ക് വേണ്ടിയെന്നല്ലേ പറഞ്ഞേ? ഞാൻ തന്നെ സൈൻ ചെയ്യാം.
നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? അല്ല, നിങ്ങളുടെ ഹസ്ബൻഡിന്റെ പെർമിഷൻ ഒന്നും വാങ്ങണ്ടേ? അതിന്റെ ഒന്നും ആവശ്യമില്ല. ഒരു സമയത്ത് ഞാനും അനാഥയായിരുന്നു. നിങ്ങളെപ്പോലെ നല്ല മനസ്സുള്ളവരുണ്ടായിരുന്നതുകൊണ്ടാ എനിക്കൊരു ഷെൽട്ടർ കിട്ടി നന്നായിട്ട് പഠിക്കാൻ പറ്റിയത്. ഓ അങ്ങനെയോ? അത് നല്ലതാണല്ലോ. ഞങ്ങളുടെ ബസ് നല്ലത് ചെയ്യാൻ എപ്പോഴും മുന്നിലുണ്ടാവും. എവിടെ സൈൻ ചെയ്യണമെന്ന് പറഞ്ഞാൽ മതി. താങ്ക് യു വസുന്ധര. ആ വരൂ, ഇരിക്കാം. ഒരു തവണ ഒന്ന് വായിച്ചു നോക്കൂ. നിങ്ങളുടെ മേലിൽ എനിക്ക് വിശ്വാസമുണ്ട്. ഇനി സ്വത്തിന്റെ ഡോക്യുമെന്റ്സ് ഇവളുടെ കണ്ണിൽ പെടാതെ പുറത്തെടുത്ത് അതിലും കൂടി ഇവളെ കൊണ്ട് സൈൻ ചെയ്യിക്കണം. ഇനി ഒരു ഒപ്പും കൂടി ഇടാനുണ്ട്. ഇതിലിട്ടോളൂ. ശരി.